സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ ഇരിങ്ങാലക്കുടയിൽ പ്രവർത്തിക്കുന്ന സ്വയംഭരണ സ്ഥാപനമായ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റിഹാബിലിറ്റേഷൻ നിപ്മറിന് ഐക്യരാഷ്ട്ര സംഘടനയുടെ കർമ്മസേന പുരസ്കാരം. പകർച്ചേതര വ്യാധികളുടെ നിയന്ത്രണത്തിലും സഹായക സാങ്കേതിക വിദ്യാ മേഖലയിലും നടത്തിയ മികച്ച പ്രവർത്തനമാണ് നിപ്മറിനെ UN പുരസ്കാരത്തിന് അർഹമാക്കിയതെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ മാസം 25-ന് ന്യൂയോർക്കിൽ UN പൊതുസഭയുടെ 79ാം സമ്മേളനത്തിനനുബന്ധമായുള്ള കർമ്മസേന സൗഹൃദ യോഗത്തിൽ വെച്ച് UN കർമ്മസേന പുരസ്കാരം നിപ്മർ പ്രതിനിധി ഏറ്റുവാങ്ങുമെന്നും മന്ത്രി പറഞ്ഞു. ഏറ്റവും ആധുനികമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് ഭിന്നശേഷി പുനരധിവാസ മേഖലയിൽ നിപ്മർ മികവിന്റെ കേന്ദ്രമായിട്ട് വളരുന്നത്. സെറിബ്രൽ പാൾസി, ഓട്ടിസം, ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കുള്ള സ്പെഷ്യൽ സ്കൂളുകൾ, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി, ഡെവലപ്മെന്റൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി എന്നിവയ്ക്കെല്ലാമുള്ള ഏറ്റവും ആധുനികമായ സൗകര്യങ്ങൾ നിപ്മറിൽ ലഭ്യമാണ്. കഴിഞ്ഞ 3 വർഷം തുടർച്ചയായി ഭിന്നശേഷി മേഖലയിലെ പ്രവർത്തനത്തിന് നിപ്മർ സംസ്ഥാന പുരസ്കാരം നേടിയിരുന്നു. ഭിന്നശേഷി പുനരധിവാസത്തിന് വെർച്വൽ റിയാലിറ്റി സംവിധാനം രാജ്യത്ത് ആദ്യമായി ഒരുക്കിയ നിപ്മറിനെ ലോകാരോഗ്യ സംഘടനയുമായി സഹകരിച്ചുള്ള സഹായക സാങ്കേതിക വിദ്യാ പരിശീലന പരിപാടിക്കും തിരഞ്ഞെടുത്തിരുന്നു. വെർച്വൽ റിയാലിറ്റി അധിഷ്ഠിത ചികിത്സ, അക്വാറ്റിക് തെറാപ്പി, IDHD ക്ലിനിക് തുടങ്ങിയ സൗകര്യങ്ങൾക്കൊപ്പം കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ അംഗീകാരമുള്ള ബാച്ചിലർ, ഡിപ്ലോമ കോഴ്സുകളും നിപ്മറിന്റെ സവിശേഷതകളാണെന്ന് മന്ത്രി വ്യക്തമാക്കി. നിപ്മർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ C ചന്ദ്രബാബു, ഡോക്ടർമാരായ TV ലീന, നിമ്മി ജോസഫ് എന്നിവരും മന്ത്രിയോടൊപ്പം വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ.